അങ്ങനെ നമുക്ക് നെയ്യാറ്റിങ്കര വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്, നമ്മുടെ ലോക്കോ പൈലറ്റ് പറഞ്ഞത് കേട്ടോ, ട്രിച്ചി ഇന്റർസിറ്റി വന്നിട്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് എടുക്കുള്ളൂ. ട്രിപ്പ് ഒരു സ്ലീപ്പറിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടിട്ടുണ്ട്. നമ്മളിന്ന് പോണത് സ്ലീപ്പറിൽ കേട്ടോ, ജനറൽ തന്നെയാണ് ട്രാവൽ ചെയ്യാൻ പോണത്. കാരണം ലോക്കോടെ കുറച്ച് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ആദ്യം വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ കേരളത്തിലൂടെ ഓടുന്ന ഒരു ട്രെയിൻ, ഒരു പാസഞ്ചർ ട്രെയിൻ LHB ആയിട്ട് കൺവേർട്ട് ആയിരിക്കുക കേട്ടോ. ഫുൾ LHB റൈക്സ് ആയിട്ട് കൺവേർട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ തേർഡ് AC എന്നൊക്കെ അല്ലേ, ബാക്കിൽ തേർഡ് AC സെക്കൻഡ് ACയും ഉള്ളൊരു ട്രെയിനായിട്ട് നമുക്ക് കൺവേർട്ട് ആയിട്ടുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശേഷാദ്രി എക്സ്പ്രസ് കേട്ടോ, സൗത്ത് കോസ്റ്റൽ റെയിൽവേ സോണിൻ്റെ അണ്ടറിൽ ഓടുന്ന ശേഷാദ്രി എക്സ്പ്രസിൻ്റെ റേക്ക് ഷെയറിംഗ് കേട്ടോ. അത് നമ്മുടെ ശേഷാദ്രി എക്സ്പ്രസിന് കാക്കിനാട ടൗണിൽ നിന്ന് SMVT ബാംഗ്ലൂർ എന്നിട്ട് SMVT ബാംഗ്ലൂരിൽ നിന്ന് നാഗർകോയിൽ എക്സ്പ്രസ് ആയിട്ട് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റേക്ക് തന്നെ തിരിച്ച് നമുക്ക് ഇവിടെ കൊച്ചുവേളി നമ്മുടെ തിരുവനന്തപുരം നോർത്തിലേക്ക് നാഗർകോയിലിൽ നിന്ന് പാസഞ്ചർ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു ട്രെയിനാണ് നമുക്ക് LHB ആയിട്ട് കൺവേർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ആ ട്രെയിനിൽ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കാണാം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് ആ ട്രെയിനിൻ്റെ യാത്ര ആസ്വദിക്കാം കേട്ടോ. നമ്മുടെ പുതിയ LHB റേക്കിൻ്റെ S6 കോച്ചിലാട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഈ കോച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് മോഡേൺ കോച്ച് ഫാക്ടറി റായ്ബറേലിയിലാണ്. 2025 ഫ്രഷ് കോച്ചാട്ടോ, ഫ്രഷ് സ്ലീപ്പർ കോച്ചാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ പാസഞ്ചറിന് കൊടുത്തിട്ടുള്ളത്. പാസഞ്ചർ അല്ല കേട്ടോ, ഇത് ആക്ച്വലി റേക്ക് ഷെയറിംഗുള്ള വണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് നമ്മുടെ കോച്ച് കാണാം കേട്ടോ. എല്ലാം നല്ല പുതിയതായിട്ട്, പെയിൻറ്റിൻ്റെ മണം പോലും പോയിട്ടില്ല കേട്ടോ. അത്രയും അടിപൊളിയാണ് നമുക്ക് മൊത്തത്തിൽ കോച്ച് കാണാനായിട്ട്. ഓരോ ബർത്തിൻ്റെ ഇത് കണ്ടാലും അറിയാം, എല്ലായിടത്തും മറ്റേ പുതിയ രീതിക്കുള്ള സെറ്റപ്പിലാട്ടോ ഉള്ളത്. മേലത്തെ ഡിസൈനൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, എല്ലാം പുതിയ ഒരു ടൈപ്പാണ്. എല്ലാം കൊണ്ട് അടിപൊളിയാട്ടോ. എല്ലാ ബർത്തിൻ്റെ അവിടെയും വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, എമർജൻസി എക്സിറ്റ് ഒക്കെ കൊള്ളാം. എല്ലാം അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ S6 കോച്ച് വരുന്നത്. ഇതേപോലെ തന്നെ ആട്ടോ എല്ലാ കോച്ചും ഉണ്ടാവുക. AC നമുക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ AC കയറി കാണിച്ചു തരാം കേട്ടോ. മൊത്തത്തിൽ ഫുൾ ഒരു പുതിയ ടൈപ്പ് തന്നെയാണ് കേട്ടോ, ഫ്രഷ് കോച്ചാണ്. ആ ഒരു പെയിൻറ്റിൻ്റെ സ്മെല്ല് വരെ നമുക്ക് ഇതിനുള്ളിൽ നിന്ന് കിട്ടാണ്ട്. തിരുനെൽവേലി WP5 ആണ് ഇന്നത്തെ ലോക്കോ. നമുക്കിനി അധികം സ്പോട്ട് ചെയ്യാൻ പറ്റാത്തൊരു ലോക്കോയി മാറും ഈ WP5. കാരണം എല്ലാം ഈ അമൃത് ഭാരതിൻ്റെ ലോക്കോയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഇപ്പോൾ ഉള്ള P5 ലോക്കോസൊക്കെ. അപ്പോൾ ഈ ലോക്കോക്ക് ഇനി സ്പോട്ട് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര റയറാവും. അപ്പോൾ നമുക്കിന്ന് ആ ഒരു സ്പോട്ടിങ് കിട്ടിയിരിക്കുകയാണ് ഇവിടെ തിരുവനന്തപുരം നോർത്തിൽ വെച്ചിട്ട്. നമ്മുടെ ഈ പാസഞ്ചർ എന്ന് പറയുന്നത് റേക്ക് ഷെയറിംഗ് ഉള്ളതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കാക്കിനാട ടൗണിന് കാക്കിനാട പട്ടണം SMVT ബാംഗ്ലൂർ വന്നിട്ട് SMVT ബാംഗ്ലൂരിൽ നിന്ന് നാഗർകോയിൽ ജംഗ്ഷൻ വരും. എന്നിട്ട് നാഗർകോയിൽ ജംഗ്ഷനിൽ നിന്നാണ് തിരുവനന്തപുരം നോർത്തിലേക്ക് വരിക. അപ്പോൾ നമ്പർ എന്ന് പറയുന്നത് കാക്കിനാടത്ത് SMVT 17210 ആണ്. SMVT നാഗർകോയിൽ 17235. പിന്നെ നാഗർകോയിലിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം നോർത്തിലോട്ട് വരുന്ന പാസഞ്ചർ 56305. അതേപോലെ തന്നെ അങ്ങോട്ട് 17209, അതേപോലെ 17236, അതേപോലെ 56310. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ട്രെയിനിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 56310 ആട്ടോ. നാഗർകോയിലിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരം നോർത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതേ നമ്മുടെ അറക്കോണം WP4 ലോക്കോ എടുത്ത് എത്തിയിരിക്കുക കേട്ടോ. നമ്മൾ 22647 ആണ് ലോക്കോ നമ്പർ. അങ്ങനെ നമ്മളിതേ ഫ്രണ്ടിലെത്തിയിരിക്കുക കേട്ടോ, നമ്മുടെ ട്രെയിനിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗർകോവിൽ വരെ ട്രൈക്കളർ P4 ആട്ടോ വന്നത്. ട്രൈക്കളർ P4 വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് തിരുവനന്തപുരം നോർത്തിലേക്ക് കൊടുത്തുവിട്ട ലോക്കോയാണ് ഈ കാണുന്ന അറക്കോണത്തിൻ്റെ P4 കേട്ടോ. അപ്പോൾ ആ ട്രൈക്കളർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ട്രൈക്കളർ ഷൂട്ട് ചെയ്യാൻ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് 1:30-ക്കാണ്. അപ്പോൾ പതുക്കെ ജനറൽ കയറി ഇരിക്കുക, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നേരെ കാണുന്നതാട്ടോ നമ്മുടെ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ്റനൻസ് യാർഡാണ് കാണുന്നത്. അപ്പോൾ അറ്റത്ത് കാണുന്ന പ്ലാറ്റ്ഫോം ആട്ടോ 5th 6th പ്ലാറ്റ്ഫോം. അതിൽ 6th കിടക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് മൈസൂർ എക്സ്പ്രസ് ആട്ടോ. അത് വൈകിട്ട് ഇവിടെ നിന്ന് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കിവിടെ വന്ദേ ഭാരത് കൊണ്ടിട്ടിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു റെസ്റ്റ് ഡേ ആയതുകൊണ്ട് അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നടക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ്. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിന് നേരെ പുറത്ത് തന്നെ കേട്ടോ മെയിൻ റോഡ് കാണുന്നത്. അതേപോലെ തന്നെ 6th പ്ലാറ്റ്ഫോമിൻ്റെ അവിടെയും അവിടെ എന്തോ ട്രാക്കിൻ്റെ ഒരു ചെറിയ അറ്റകുറ്റപ്പണി പോലെ നടക്കേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അവിടെ സ്റ്റേഷൻ മാനേജർ അവിടെ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ ജനറൽ കോച്ചും നല്ല ഫ്രഷ് ആട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല പെയിൻറ്റിൻ്റെ സ്മെല്ല് ഇപ്പോഴും പക്കയായിട്ട് തന്നെ നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അത്രയും ഫ്രഷാണ്. സീറ്റ്സൊക്കെ കണ്ടില്ലേ. ഇതൊക്കെയാണ് ഈ ആൾക്കാരെ കുഴപ്പം. ഇങ്ങനെ യൂസ് ചെയ്ത് ചവറൊന്നും കളയാണ്ട് ഇങ്ങനെ ട്രെയിൻ വൃത്തികേടാക്കി ഇടുക എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നമുള്ളൂ. അല്ലാത്ത രീതിക്കൊക്കെ ട്രെയിൻ നല്ല അടിപൊളിയാട്ടോ.
ഈ ട്രെയിനും ഇതിൻ്റെ മൊത്തം കോച്ചിന് എനിക്ക് തോന്നുന്നു റായ്ബറേലിയിൽ തന്നെയാട്ടോ ഉണ്ടാക്കിയിട്ടുള്ള വന്നിട്ട് കേട്ടോ. ഇത് ഡിസംബർ 2025 ഉണ്ടാക്കിയ കോച്ചാണ് റായ്ബറേലിയിൽ. ഫ്രഷ് ആയിട്ട് പൈലോട്ടായി കിട്ടിയതാണ്. അതാണ് നമുക്ക് ഈ ഒരു പുതുമ ഇപ്പോഴും ഫീൽ ആവുന്നത് കേട്ടോ. നമ്മുടെ ട്രെയിനിൻ്റെ ഞാൻ ടോട്ടൽ കോച്ചസ് പറയാം കേട്ടോ. 21 കോച്ചസാണ് ടോട്ടൽ ഉള്ളത്. അതിന് തന്നെ കോമ്പോസിഷൻസ് പറയാനുള്ളത് നേരത്തെ ആകുമ്പോഴത്തേക്കും 7 തേർഡ് AC, 2 സെക്കൻഡ് AC, അങ്ങനെ 9 AC കോച്ചും 6 സ്ലീപ്പർ കോച്ചും അതേപോലെ തന്നെ 2 ജനറൽ കോച്ച് ഫ്രണ്ടിൽ, 2 ജനറൽ കോച്ച് ബാക്കിൽ, അങ്ങനെ 4 ജനറൽ കോച്ച്, 2 ജനറേറ്റർ കാർ. 21 കോച്ചാട്ടോ മൊത്തത്തിൽ നമ്മുടെ ട്രെയിനിന് വരുന്നത്. ഈ ട്രെയിനിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാസഞ്ചർ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്ലീപ്പറിൽ ട്രാവൽ ചെയ്യാം കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് കയറി നമുക്ക് നാഗർകോവിൽ വരെ പാസഞ്ചർ ആയിട്ട് ഓടുന്ന സമയത്ത് സ്ലീപ്പറിൽ ട്രാവൽ ചെയ്യാം. പക്ഷേ AC ട്രാവൽ ചെയ്യാൻ പറ്റില്ല. AC കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആവും. AC വർക്കാവുന്നത് നമ്മുടെ കാക്കിനാടയിൽ നിന്ന് SMETക്ക് വന്ന ശേഷാദ്രിയും അതേപോലെ തന്നെ SMET നാഗർകോവിൽ വരുന്ന എക്സ്പ്രസ് ആയിട്ട് വരുമ്പോൾ മാത്രം നമുക്ക് AC ഇതിൽ പോസിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഈ പാസഞ്ചർ ആയിട്ട് ഓടുന്ന സമയത്ത് നമുക്ക് സ്ലീപ്പറും ജനറലി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ഒരു വാഷ് ബേസിൻ്റെ ഭാഗം വരുന്ന കേട്ടോ ഇത്. ഇപ്പോൾ അത്യാവശ്യം ഇന്ന് ഇന്നോഗ്രേഷൻ ആയതുകൊണ്ട് ഒരു ക്ലീനിനെസ് ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ തന്നെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കോച്ച് കൊണ്ടുപോകാം. പക്ഷെ അതൊന്നും പ്രതീക്ഷ വേണ്ട. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏതാണ്ടൊക്കെ കുറേ പഴയപോലെ തന്നെ ആയിക്കോളും. അതേപോലെ ഈ മെയിനായിട്ട് യാത്ര ചെയ്യുന്നവർ നോക്കേണ്ട കാര്യം, ദയവ് ചെയ്ത് ചപ്പ് ചെറുകളൊക്കെ ഡസ്റ്റ്ബിൻ തന്നെ ഇടാം കേട്ടോ. ട്രാക്കിലൊന്നും വലിച്ചെറിയാണ്ട്. അതിനാണ് നമ്മുടെ ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 2 ബാത്റൂമാണ് വരുന്നത് കേട്ടോ. ഒന്ന് വെസ്റ്റേൺ സ്റ്റൈലും ഒന്ന് ഇന്ത്യൻ സ്റ്റൈലുമാണ് വരുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ ഇന്ത്യൻ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ പുതിയ ബാത്റൂമാണ് കേട്ടോ. പുതിയ കോച്ച് ആയതുകൊണ്ട് തന്നെ ബാത്റൂമൊക്കെ നല്ല വൃത്തിയുണ്ട്. അത്യാവശ്യം ക്ലീൻഡാണ്. കാരണം ഇന്ന് തന്നെ ഇത് ഇവിടെ നിന്ന് SMETന്ന് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. SMET നാഗർകോവിൽ ഒന്ന് പാസഞ്ചറായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം നല്ല ബാത്റൂം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമുക്കിനി വെസ്റ്റേൺ സ്റ്റൈൽ നോക്കാം. നമ്മുടെ വെസ്റ്റേൺ സ്റ്റൈൽ ബാത്റൂം ആയിട്ട് വരും. നമുക്കിവിടെ ഒരു ഹാൻഡ് വാഷിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. കൊള്ളാട്ടോ. നല്ല അടിപൊളിയാക്കി തന്നെ വെച്ചിട്ടുണ്ട് വെസ്റ്റേൺ സ്റ്റൈല്. ഇവിടെ ടിഷ്യൂ പേപ്പർ ഹോൾഡറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഫ്ലഷ് എല്ലാവരും ഒന്ന് ചെയ്യുക കേട്ടോ. എല്ലാവരും ഈ ബാത്റൂം യൂസ് ചെയ്തിട്ട് ഫ്ലഷ് ചെയ്യാത്തതാണ് മെയിൻ ഒരു ഇഷ്യൂ വരുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹാൻഡ് ഷവറൊക്കെ ഉണ്ട് കേട്ടോ സപ്പോർട്ടിനായിട്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു സംഭവം, ബാത്റൂമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമ്മുടെ കേരള സൂപ്പർ ഫാസ്റ്റ് അടിച്ച് പറത്തി വരുന്നുണ്ട് കേട്ടോ. ട്രെയിൻ നമ്പർ 12626 നമ്മുടെ ഐക്കോണിക്കായ തിരുവനന്തപുരം ന്യൂഡൽഹി കേരള സൂപ്പർ ഫാസ്റ്റ്. ലല്ലാഗൂഡ P7 ആട്ടോ വരുന്നത്. ഇന്ന് ലല്ലാഗൂഡയുടെ ഒരു P7 ആണ്. ഇതാട്ടോ നമ്മുടെ തേർഡ് AC വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ AC കോച്ചിൻ്റെ ഉള്ളിലേക്കാണ് കയറാൻ പോകുന്നത് കേട്ടോ. AC കോച്ച് നമ്മുടെ ഫ്രഷ് തന്നെയാണ് കേട്ടോ. നമ്മൾ പതുക്കെ നമ്മുടെ ACൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ പുഷ് ചെയ്തിട്ട് കയറാൻ പോവാം കേട്ടോ. പുഷാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ AC കോച്ച് വരുന്നത് കേട്ടോ. എല്ലായിടത്തും പ്രോപ്പറായിട്ട് നല്ല അടിപൊളി കോച്ചാട്ടോ. പക്ക മെയിൻറ്റൈൻഡ് ആണ്. ബർത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഫ്രഷ് സ്മെല്ല് ഇതിൻ്റെ അകത്തു നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പുതിയ കോച്ചായതുകൊണ്ട് തന്നെ AC കോച്ചൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മളിത് തേർഡ് ACയുടെ ടൂർ നമുക്ക് കിട്ടിയിരിക്കുക കേട്ടോ. കോച്ച് ടൂർ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലായിടത്തും ആ വന്ന തലകോണിയും ബ്ലാങ്കറ്റൊക്കെ അങ്ങനെ തന്നെ എടുത്തവർ പ്രോപ്പറാക്കിയിട്ട് രീതിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് AC മൊത്തത്തിൽ വരുന്നത് കേട്ടോ. നമുക്ക് തുറന്നിറങ്ങാം. ഇതാണ് നമ്മുടെ തേർഡ് ACയുടെ ഒരു എന്താ പറയുക വാഷ് ബേസിനൊക്കെ വരുന്നത് കേട്ടോ. ബാത്റൂമൊക്കെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം തന്നെയാണ്. ഒരു വെസ്റ്റേണും ഒരു ഇന്ത്യൻ സ്റ്റൈലും ആട്ടോ ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് B1 എന്ന് പറഞ്ഞ കോച്ചിലാട്ടോ. B1 കോച്ചാണ്. ഇതും റായ്ബറേലിയിൽ തന്നെ ഉണ്ടാക്കിയ കോച്ചാണ്. 2025 മെയ്ഡ് കോച്ച് തന്നെയാണ് കേട്ടോ. ഡിസംബർ മെയ്ഡ് കോച്ച് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അലോട്ട് ചെയ്തിരിക്കുന്ന കോച്ചുകൾ മിക്കതും 25 ഡിസംബർ മെയ്ഡ് കോച്ച് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ലോക്കോടെ അടുത്ത് എത്തിയിരിക്കുക കേട്ടോ. അറക്കോണത്തിന് നല്ല ഫ്രഷ് ഒരു P4 ആണ് നമ്മുടെ ലോക്കോ വരുന്നത്. 22647. അപ്പോൾ നമ്മളതിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ലോക്കോ. നമുക്ക് നമ്മുടെ ലോക്കോ എന്നുള്ളൊരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു വിഷ്വൽ എടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലോക്കോയുടെ വ്യൂ കേട്ടോ. ലോക്കോ ഒക്കെ നല്ല ഓൺ ചെയ്ത് കുട്ടപ്പനായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. നല്ല ഫ്രഷ് പെയിൻ്റ് അടിച്ചിറക്കിയ P4 ആട്ടോ. അങ്ങനെ നമ്മുടെ LHB ആയിട്ടുള്ള നമ്മുടെ ട്രെയിനിൻ്റെ റണ്ണ് നമ്മളിതിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുക കേട്ടോ. പാസഞ്ചർ LHB ആയിട്ടുള്ള ആദ്യത്തെ റണ്ണാണ്.
നമ്മൾ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് കറക്റ്റ് ഒരു 1:26 1 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മൾ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് തിരുവനന്തപുരം പേട്ടയാണ്. പേട്ട കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തിരുവനന്തപുരം സെൻട്രലിൽ കയറും കേട്ടോ. നമ്മളിത് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് അങ്ങനെ വിട്ടിരിക്കുകയാണ്. നമ്മളിത് ലൂപ്പ് പിടിച്ച് മെയിൻ ലൈൻ കയറാൻ പോവാം കേട്ടോ. അപ്പോൾ ഈ കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളി സ്റ്റേഷനിൽ 6ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ലൈനുള്ളത്, സോറി 1ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ലൈനുള്ളത് ലൂപ്പിലാട്ടോ. അപ്പോൾ ലൂപ്പിൽ നിന്ന് നമ്മൾ നേരെ മെയിൻ ലൈനിലോട്ട് കയറുന്ന സീനാണ് കാണുന്നത് കേട്ടോ. അവിടെ നമ്മുടെ വന്ദേ ഭാരതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നത് കാണാം. ഇന്ന് വന്ദേ ഭാരത് മെയിൻ്റനൻസിനായിട്ട് കൊണ്ടിട്ടിരിക്കുക കേട്ടോ. നമ്മളിത് മെയിൻ ലൈനിലോട്ട് കയറുകയാണ്. ജനറൽ കോച്ചിലായാലും ഞാൻ കുറേ പേര് ഈ ചാനൽ കണ്ടിട്ടുണ്ടോ, എല്ലാവരും ഇതിൻ്റെ മേലെ കയറി കിടക്കും. ശരിക്കും ഇത് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് ലഗേജ് വെക്കാനായിട്ടാണ്. കാരണം നോർമൽ ബർത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. എല്ലാവരും ചെയ്യണത് ഇതാണ്. പക്ഷേ ഈ കുഷൻ ഇവർ ഇട്ടിരിക്കണമെന്ന് എനിക്ക് എന്തിനാണ് അതും പിടികിട്ടണില്ല. ചിലപ്പോൾ കിടക്കാനായിരിക്കും അങ്ങനെ ഇട്ടുണ്ടാവുക കേട്ടോ. പക്ഷേ മൊത്തത്തിൽ ഈ കോച്ച് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് റണ്ണ ആയതുകൊണ്ടാണ്. കാരണം ഇത് ഇന്ന് രാവിലെയാണ് നാഗർകോവിൽ എത്തിയത് SMVT നിന്ന്. അതിന് മുന്നേ കാക്കിനാടയിൽ നിന്ന് എടുത്ത് SMVT വന്ന് SMVT നാഗർകോവിൽ വന്ന് അങ്ങനെ ആട്ടോ ഇപ്പോൾ അവിടേക്ക് നമ്മുടെ പാസഞ്ചറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പുതുമയൊക്കെ കോച്ചിലെല്ലാത്തിലും കാണാനുണ്ട് നമുക്ക്. നമ്മളിത് പതുക്കെ ചെന്ന് ട്രിവാൻഡ്രം സെൻറ്ററിൽ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. 1:42 നമ്മൾ ട്രിവാൻഡ്രം സെൻറ്ററിൽ കയറുന്നത്. നമ്മൾ ഫസ്റ്റിൽ തന്നെ കേട്ടോ കൊണ്ടുപോയി കയറുന്നത്. ഫസ്റ്റിൽ തന്നെയാണ് നമ്മുടെ ട്രെയിൻ പിടിക്കുന്നത്. പതുക്കെ നമ്മൾ ട്രിവാൻഡ്രം സെൻറ്ററിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ LHB ആയിട്ടുള്ള പാസഞ്ചർ അങ്ങനെ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ കയറാണ്. ഇപ്പോൾ കുറേ ലോക്കോസ് കാണാം കേട്ടോ. നമുക്ക് ട്രിവാൻഡ്രം സെൻട്രലിൽ കൊണ്ടിട്ടിരിക്കുന്ന കുറേ ലോക്കോസ് ഇവിടെ കാണാം. നമുക്ക് ഓരോ ഷെഡിൻ്റെ ലോക്കോസ് ഇവിടെ കാണാം. P7 ആയാലും P4 ആയാലും. അവിടെ ഒരു ആൽക്കോ കിടക്കുന്നുണ്ട്. ആൽക്കോ ഒക്കെ ഇനി അധികം ഉണ്ടാവില്ല കേട്ടോ. ഉള്ള സമയം വരെ നമ്മൾ മാക്സിമം ആൽക്കോ ഒക്കെ എടുത്ത് പോകണം. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം സെൻട്രലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെന്നൈ മെയിലാട്ടോ കൊടുക്കുന്നത്. സൂപ്പർ ഫാസ്റ്റ് മെയിലാണ് ഈ കിടക്കുന്നത്. ഇത് ലോക്കോ കൊള്ളാട്ടോ. ഒരു വെറൈറ്റി ലോക്കോ ആണ്. അത് കപ്പിൾ ചെയ്തിട്ടില്ല. കപ്പിൾ ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെയിൽ. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് കയറാനായിട്ട്. നമ്മുടെ ട്രെയിൻ പയ്യാണ് ചെന്ന് കയറണത് കേട്ടോ. ഇത്രയും കാലം ICF ഓടിയ ട്രെയിൻ ഇപ്പോൾ ആദ്യമായിട്ട് LHBയിൽ പോകണ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പുതുമ തോന്നും കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ വണ്ടീനെ. നമ്മൾ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് നേമം എന്നാട്ടോ. നേമത്തിൻ്റെ പേര് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രം സൗത്ത് എന്നാട്ടോ അതിൻ്റെ പേര്, ആ സ്റ്റേഷൻ്റെ പേര്. നമ്മളത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ലൂപ്പ് പതുക്കെ കയറി നമ്മൾ മെയിൻ ലൈനിലോട്ട് കയറണം കേട്ടോ. നമ്മുടെ ഡബിൾ ലൈൻ വർക്ക് ഒരുവിധമൊക്കെ തുടങ്ങിയിട്ടുള്ള ഭാഗം കേട്ടോ. ഇവിടുന്ന് ഡബിൾ ലൈനിന്റെ പണികളൊന്നും കാര്യമായിട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡബിളിങ്ങിന്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. ഇവിടെ ഇപ്പം നല്ല രീതിക്ക് തന്നെ ഡബിളിങ്ങിന്റെ അപ്ഡേറ്റ് നടക്കുന്നുണ്ട്. ഡബിളിങ് അത്യാവശ്യം വേണ്ട ഒരു റൂട്ടും കൂടെ തന്നെയാണ് കേട്ടോ ഇത്. കാരണം സിംഗിൾ ലൈനിൽ നല്ല ട്രാഫിക് ഉള്ളതുകൊണ്ട് തന്നെ ഡബിൾ വന്നു കഴിഞ്ഞാൽ നല്ലോണം രീതിക്ക് വണ്ടിയുടെ ഡിലേയും കാര്യങ്ങളൊക്കെ തന്നെ നല്ലോണം കുറഞ്ഞു കിട്ടും. നമ്മളത് വീണ്ടും ആക്സിലേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുക കേട്ടോ. ഇനി ഇവിടെ നിന്ന് നല്ലൊരു പവറിൽ പോകുന്നുണ്ട്. എല്ലായിടത്തും നമുക്ക് ആ ഒരു സ്ഥലം എടുത്തിട്ട് ട്രാക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലിയറൻസ് ആട്ടോ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ ക്രോസ് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ക്രോസ് ഒക്കെ കുറച്ച് ബാക്കിലോട്ടായിട്ട് ഇവിടെ ട്രാക്ക് ലൈൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും അതൊക്കെ ഒന്ന് ബാക്കിലോട്ട് പോകും. അപ്പോൾ ഞാൻ നമ്മുടെ ട്രെയിനിൻ്റെ നമ്പറും അതിൻ്റെ ടൈമിങ്സും പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ നമ്പറും ടൈമിങ്സും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 56-305
അതെന്ന് വെച്ച് കഴിയുമ്പോൾ രാവിലെ 7:55 നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് എടുത്തിട്ട് 10:00 ട്രിവാൻഡ്രം നോർത്ത് എത്തും. അതേപോലെ തന്നെ 56-310 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡൗൺ ആട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:25 തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളിയിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷൻ 4:30 ആകുമ്പോൾ എത്തും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ ടൈമിങ്സ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ രാവിലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിൻ ആട്ടോ. അതിൻ്റെ തിരക്ക് ഈ ട്രെയിനിലും കാണാം. പക്ഷേ ഉച്ച നേരത്ത് പോകുമ്പോൾ കുറച്ച് ഫ്രീ ആവും. കാരണം അപ്പോൾ ഒന്നും നമ്മുടെ ഓഫീസിലുള്ള ടൈമിലല്ല തിരിച്ചു പോകുന്നത്. രാവിലെ ഇതിനൊരു പക്ക തിരക്ക് എന്തായാലും കാണും കേട്ടോ. നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് മൊത്തം റൂട്ടിലുള്ളത്. ഇപ്പോൾ കുറേ ഷൂട്ട് ചെയ്യേണ്ടി വരും, കാരണം അത്രയും ഭംഗിയാണ്. ഡബ്ലിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറച്ചവിടെ മണ്ണൊക്കെ ഇട്ട് മറ്റേതൊക്കെ ഒന്ന് ഇടിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി കുറവുണ്ടെങ്കിൽ പോലും എന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാനുള്ളതുണ്ട് ഈ റൂട്ടിൽ. കുറച്ച് ടണൽസൊക്കെ പോയിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ഇത് കാണാൻ. അങ്ങനെ നമ്മൾ ബാലരാമപുരം സ്റ്റേഷൻ വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു സൈഡിൽ മാത്രമാണ് ഇവിടെ പ്ലാറ്റ്ഫോം ഉള്ളൂ. ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു വരുന്നത് കാണാൻ നല്ല രസമാട്ടോ, സ്റ്റേഷനിൽ കയറണ കാണാൻ. ഇവിടെ നിന്ന് കുറച്ച് പേരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ട്രെയിനിൽ കയറാനായിട്ട്. കണ്ടോ, ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് സ്റ്റേഷനിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു വഴി കേട്ടോ. അതിന്റെ മേലെ ആട്ടോ സ്റ്റേഷന്റെ കെട്ടിടം ഉള്ളത്. അപ്പൊ സ്റ്റേഷന്റെ കെട്ടിടത്തിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. നമ്മൾ അത്യാവശ്യം ഒരു വലിയൊരു ടണലാട്ടോ ഇപ്പൊ ക്രോസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ക്രോസ് ചെയ്ത് നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് നെയ്യാറ്റിൻകരയിലാണ്. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഔട്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. നെയ്യാറ്റിൻകര എത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ നെയ്യാറ്റിൻകര നമ്മൾ എത്തണ സമയത്ത് നമുക്ക് അവിടെ കാണുന്നത് നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ആട്ടോ. ആ ട്രെയിൻ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ട്രെയിനിൻ്റെ കാര്യം വിറ്റാണ്, അത് എക്സ്പ്രസ് ആണോ എന്നുള്ളത് പോലും നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പതുക്കെ ഒരു ദിവസം ചെയ്യാം കേട്ടോ. അത് നമ്മൾ നെയ്യാറ്റിൻകരയിൽ വന്ന് കിടക്കുകയാണ്. നമ്മൾ നെയ്യാറ്റിൻകര കൊണ്ട് പിടിച്ചിട്ടിരിക്കുക കേട്ടോ. നമുക്ക് നെയ്യാറ്റിൻകര വന്നപ്പോൾ തന്നെ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിൻ്റെ ഒരു ക്രോസിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് പതുക്കെ അഴിഞ്ഞു പോയി. അതിന് ശേഷം നമ്മൾക്ക് വീണ്ടും ഒരു തേപ്പ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 22627 തിരുച്ചിറപ്പള്ളി ട്രിവാൻഡ്രം ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ്, നമ്മുടെ 1634142 ഇന്റർസിറ്റി ഇല്ലേ, ഗുരുവായൂർ തിരുവനന്തപുരം ഗുരുവായൂർ, അതിൻ്റെ റേക്ക് ഷെയറിങ്ങുള്ള ട്രെയിൻ അത് വന്നിട്ട് നമ്മളിവിടെ നിന്ന് എടുക്കുള്ളൂ കേട്ടോ. അത് കുളുത്തുറ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അത് വരാൻ എങ്ങനെ ഒരു 20-25 മിനിറ്റ് ആവും. അതുവരെ അപ്പം നമ്മൾ എന്തായാലും നെയ്യാറ്റിൻകര കിടക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് പോകുള്ളൂ. നമ്മുടെ WP4 ആയിട്ട് വരുന്നത് നമ്മുടെ തിരുച്ചിറപ്പള്ളി ട്രിവാൻഡ്രം സെൻട്രൽ 22627 ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ റേക്ക് ഷെയറിംഗ് ഉള്ള ട്രെയിനാണ് ഞാൻ രാവിലെ വന്നത്, ഗുരുവായൂർ ഇന്റർസിറ്റി. ഇതിനിവിടെ സ്റ്റോപ്പിലാട്ടോ, സ്ലോ സ്കിപ്പാണ്. ഇത് പോയതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് എടുത്തു പോകും. ഈ സൈഡിലോട്ട് വരുമ്പോൾ ഫുള്ള് നല്ല വ്യൂ ആണ് കേട്ടോ. ഇങ്ങനെ വാഴ ഇങ്ങനെ കൃഷി ചെയ്ത് നല്ല അടിപൊളി ഭംഗിയാട്ടോ. നമ്മുടെ റൈറ്റ് സൈഡിൽ നല്ല കാഴ്ചകൾ തന്നെയാണ്, ലെഫ്റ്റ് സൈഡിൽ അടിപൊളി കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ സൈഡിലോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ ഡബ്ലിങ്ങിൻ്റെ ഒക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലോക്കോ കഴിഞ്ഞ് രണ്ടാമത്തെ കോച്ചിലാട്ടോ, ജനറേറ്റർക്കാരൻ്റെ തൊട്ട് ബാക്കിലത്തെ കോച്ചിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ചെന്ന് കയറാൻ പോകുന്നത് ബോർഡർ ആയിട്ടുള്ള പാറശാല കേട്ടോ. നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ ആയിട്ടുള്ള പാറശാല സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ചെന്ന് കയറാൻ പോകുന്നത്. നമ്മുടെ ട്രെയിൻ പതുക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പുറത്തെ സൈഡിലാട്ടോ പിടിച്ചത്. അപ്പുറത്ത് 8 ട്രാക്ക് ഉണ്ട് ഇവിടെ. ക്രോസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഈ റൂട്ടിൽ പിടിക്കാൻ പറ്റുന്ന രണ്ടാമത്തെ സ്റ്റേഷനാട്ടോ ഇത്. നമ്മൾ നെയ്യാറ്റിൻകര കണ്ടു, അവിടെയും ക്രോസിങ്ങിന് പിടിക്കാൻ വേണ്ടി പറ്റും. നമ്മളത് പാറശാല ബോർഡർ ആട്ടോ, നിങ്ങൾക്ക് ആ ബോർഡിൽ കണ്ടറിയാം, തമിഴ് അടക്കം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ പാറശാല സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ ഈ പാറശാലയ്ക്ക് വേറൊരു പ്രത്യേകത കേട്ടോ. നമ്മുടെ റെയിൽ നിയർ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കിട്ടുന്ന വെള്ളമില്ല, റെയിൽ നിയർ,
അതിൻ്റെ മെയിൻ പ്ലാന്റ് പ്രൊഡക്ഷൻ പ്ലാന്റ് വരുന്നത് പാറശാലയിലാട്ടോ. ഇവിടെ കേരളയുടെ പ്രൊഡക്ഷൻ പ്ലാന്റ് വരുന്നത് പാറശാലയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആ സ്റ്റേഷൻ്റെ ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, നമ്മുടെ ഇടത് സൈഡ് ഇവിടുന്ന് നമ്മൾ നാഗർകോവിൽ നമ്മുടെ വലത് സൈഡിലാണ് ആ പ്ലാന്റ് വരിക. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലം കൂടെ പാറശാലയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ പാറശാലയ്ക്കുണ്ട്. ടണലൊക്കെ നമുക്ക് ഈ റൂട്ടിലും കാണാം കേട്ടോ. നമ്മുടെ കോട്ടയത്ത് ഉണ്ടായിരുന്നത് അത് നമ്മളിപ്പോൾ പൊളിച്ചു കളഞ്ഞ ഡബിൾ ലൈൻ ആക്കി. അതിൽ ലാസ്റ്റ് ഓടിയിരുന്നത് പാലരുവി എക്സ്പ്രസ് ആയിരുന്നു. ഇപ്പം അതും കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ആകെയുള്ളത് ഈ ലൈനിലാണ് ഇപ്പോൾ നമുക്ക് ടണൽ എക്സിസ്റ്റ് ചെയ്യണത്. പിന്നെ നമുക്ക് കൊങ്ങലിൽ പോകണം, അല്ലാണ്ട് നമുക്ക് ടണൽ കാഴ്ചയൊക്കെ ഭയങ്കര റയറാണ്. നമ്മൾ കുളിത്തുറ സ്റ്റേഷനിൽ വന്ന് കയറുമ്പോൾ നമുക്ക് ക്രോസിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഒരു WH9 ഫ്ലൈറ്റ് കിടക്കാം കേട്ടോ. WH9 ട്വിൻസ് ആണ്. നമ്മളിത് കുളിത്തുറ വന്ന് കയറിയിരിക്കുകയാണ്. ബോക്സിനാട്ടോ, ബോക്സിൻ ഫ്ലൈറ്റ് ആയിട്ട് WH9 ട്വിൻസ് ആയിട്ട് ബോക്സിൻ ഫ്ലൈറ്റ് ആണ് കിടക്കുന്നത്. മുസാഫൽ ഷിറ്റിന്റെ WH9 ആണ് കേട്ടോ ട്വിൻസ്. ഇവിടെ നിന്ന് നമ്മുടെ ഡബിളിങ്ങിൻ്റെ ഒരുവിധം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേ ഇവിടെ നമുക്ക് ട്രാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെ നമുക്ക് കാണാം ഇവിടെ ഒരു 80% ഈ സൈഡിൽ കേട്ടോ, ഈ ഒരു ലൈനിൽ മാത്രം ഒരു 80% ഡബിൾ ലൈൻ വന്നിട്ടുണ്ട്. നമുക്കിത് മേലെ ആട്ടോ നിൽക്കണത്, നമ്മൾ താഴെ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. ഒരു ലൈൻ കുറച്ച് ഹൈറ്റിലാണുള്ളത്. എണ്ണയിലെത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം ലൈനുകളുണ്ട് കേട്ടോ. 4 ലൈനാണ് മൊത്തം ഉള്ളത്. നമ്മുടെ അല്ലാണ്ട് 3 എക്സ്ട്രാ ലൈൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് 2 മെയിൻ ലൈൻ ആവും. പിന്നെ അപ്പുറത്തെ ലൂപ്പ് ആവാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ 2 ലൂപ്പും 2 മെയിൻ ലൈനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് മെയിൻ ലൈൻ വന്നിട്ട് പിന്നെ സ്പ്ലിറ്റ് ആവണമാണ് തോന്നുന്നത് കേട്ടോ. നമ്മൾ എരണിയിലെത്തിയിരിക്കുകയാണ്. വരുന്നത് WP4 ആയിട്ട് വരുന്നത് 56706 കന്യാകുമാരി പുനലൂർ പാസഞ്ചർ ആട്ടോ. ഈ റോഡിന്റെ WP4 ആണ്. അത് ഇറണിയിൽ വന്ന് കയറിയിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഒരു ക്രോസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കിടന്നത്. അത് വന്ന് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പിടിച്ചിട്ടത്. അപ്പോൾ അതിപ്പോൾ വന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നിന്ന് കയറിയാൽ നമ്മളിപ്പോൾ എടുക്കും. നമ്മളിപ്പോൾ ലൂപ്പിൽ നിന്ന് മെയിനിലോട്ടാട്ടോ കയറുന്നത്. കാരണം ആ വണ്ടി വന്നത് മെയിൻ ലൈനിലാണ്, നമ്മുടെ പാസഞ്ചർ വന്നത് മെയിൻ ലൈനിലാണ്. നമ്മളിപ്പോൾ അത് ലൂപ്പിൽ നിന്ന് നേരെ മെയിനിലോട്ട് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ബ്രേക്ക് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഇറക്കമാണ്. അപ്പോൾ നമ്മൾ പതുക്കെ ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്ത് പിടിച്ചാട്ടോ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള സീനറി നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് തുടങ്ങിയിരിക്കുക കേട്ടോ. ഇരണയിൽ കഴിഞ്ഞ വഴിക്ക് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാട്ടോ ഇവിടെ കാണാനായിട്ട്. ഒന്നും പറയാനില്ല. അവിടെ ഒരു ഇറക്കം ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ അപ്പം തന്നെ മേലേക്ക് കയറുക കേട്ടോ. ആ ഒരു വ്യൂ ആണ് നമുക്ക് ദൂരെ കാണാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മലനിരകളും കാണാൻ ഒരു ഭയങ്കര ഒരു ഫ്രെയിം തന്നെ കേട്ടോ. ഇവിടെ ഒന്നും പറയാനില്ല കേട്ടോ, ഒരു രക്ഷയില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ തിരിഞ്ഞു വരുന്ന ഒരു ഫ്രെയിമും. ആഹാ, ചുമ്മാ വേറെ ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം.
നമ്മളിത് വിരണിയല്ലൂർ എത്തിയിരിക്കുക കേട്ടോ. വിരണിയല്ലൂർ എത്തുന്ന സമയത്ത് തന്നെ സൈഡിൽ ഫുള്ള് വെസ്റ്റേൺ ഗാർഡ്സ് ആട്ടോ. നമുക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി ഒരു 6 കിലോമീറ്ററും കൂടെ ഉള്ളൂ നമ്മുടെ നാഗർകോവിൽ ടൗണ്. നമ്മൾ അവിടെ ആട്ടോ ഇറങ്ങുന്നത്. നമ്മൾ നാഗർകോവിൽ വരെ പോകുന്നുണ്ട്, പക്ഷേ ഒരു എൻഡ് ടു എൻഡ് നമുക്ക് പറ്റില്ല, കാരണം കണക്ഷൻ ട്രെയിൻ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ നാഗർകോവിൽ എത്തുന്നുണ്ട്, പക്ഷേ ആ ജംഗ്ഷൻ എത്തുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളെ സ്റ്റേഷനിൽ നിന്ന് വിട്ടപ്പോൾ തന്നെ നമ്മുടെ കാഴ്ച തുടങ്ങിയിരിക്കുകയാണ്. വെസ്റ്റേൺ ഹിൽസും മലനിരകളൊക്കെ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. യാതൊരു ഭംഗിയോറും ഇല്ലാതെ നമ്മുടെ ട്രെയിനിലേക്ക് നിൽക്കുന്നതായിരുന്നു നമ്മുടെ ട്രെയിൻ. ആ ട്രെയിൻ ആ കർവിൽ കൂടെ തിരിയുന്ന കാണാൻ ഭയങ്കര രസമാട്ടോ. ഒന്നും പറയാനില്ല. സൗകര്യപ്പെടുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇറങ്ങുന്നത് കേട്ടോ. നമ്മൾ ജംഗ്ഷൻ വരെ യാത്ര ചെയ്തതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ നമ്മൾ 3rd പ്ലാറ്റ്ഫോമിലാണ് പിടിക്കുന്നത് കേട്ടോ. നാഗർകോവിൽ ടൗണിൻ്റെ 3rd പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ ചെന്ന് കയറുന്നത്. ഇതാണ് നമ്മുടെ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. 3 പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ 3ലാണ് വന്നിറങ്ങിയിട്ടുള്ളത്. നമ്മുടെ മെമു ഇനി ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് അറിയില്ല കേട്ടോ. കന്യാകുമാരി കൊല്ലം മെമു അതിൽ കയറിയാണ് നമ്മൾ ട്രിവാൻഡ്രം പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ പാസഞ്ചർ നാഗർകോവിൽ ടൗൺ സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ജേണി എൻഡ് ചെയ്തിരിക്കുക കേട്ടോ. എൻഡ് ടു എൻഡ് തന്നെ പറയാം. നമ്മൾ നാഗർകോവിൽ വരെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ സ്റ്റേഷൻ അത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയത് എന്തുകൊണ്ട് നന്നായിട്ടോ. എനിക്കിവിടെ ഇപ്പോഴത്തെ സീനറി കണ്ടിട്ട് കിളി പോയിട്ടിരിക്കുക ഞാൻ. ഇപ്പം നമ്മുടെ കുറച്ച് ട്രെയിനുകളൊക്കെ ജംഗ്ഷൻ പോകാണ്ട് ബൈപ്പാസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റേഷൻ കേട്ടോ നാഗർകോവിൽ ടൗൺ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ബൈപ്പാസ് ലൈൻ ഉണ്ട്. നമുക്ക് ചെന്നൈയിലോട്ടൊക്കെ പോകുന്ന ബൈപ്പാസ് ലൈൻ ചെയ്തിട്ടാണ് ചില ട്രെയിനുകളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കേരളത്തിലെ ഒരു പാസഞ്ചർ ട്രെയിൻ LHB ആയിരിക്കും കേട്ടോ. അതെന്ന് പറയുമ്പോൾ നമ്മുടെ കാക്കിനാട ടൗണിൽ നിന്ന് SMVT വരുന്നൊരു ശേഷാദ്രി എക്സ്പ്രസ് ആണ്. അതിൻ്റെ സെയിം റേക്ക് വെച്ചിട്ടാണ് SMVT അത് നാഗർകോവിൽ എക്സ്പ്രസ് ആയിട്ട് വരും. ആ നാഗർകോവിൽ എക്സ്പ്രസിൻ്റെ റേക്ക് ഷെയറിംഗ് കേട്ടോ ഈ പാസഞ്ചറായിട്ട് പോകുന്നത്. നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് വന്നിട്ട് അതേപോലെ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് തിരിച്ച് നാഗർകോവിൽ ജംഗ്ഷൻ പോകുന്ന ഒരു ട്രെയിൻ ആട്ടോ ഇത്. അപ്പോൾ നമ്മൾ ആ ട്രെയിനിൻ്റെ റേക്ക് ഇപ്പോൾ LHB ആയിരിക്കണം. അപ്പോൾ നമുക്ക് അതിലൊരു അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റി. നല്ല കംഫർട്ടബിൾ കോച്ചുകളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. വൃത്തിയൊക്കെ കാര്യങ്ങൾ നന്നായി അടിപൊളിയായിരുന്നു. ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. പിന്നെ കോച്ചിൽ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. പെയിൻറ്റിൻ്റെ ഒരു ഫ്രഷ്നെസ് സ്മെല്ലുണ്ടായിരുന്നു. സീറ്റായാലും എല്ലാം നല്ല പുത്തം പുതിയതായതുകൊണ്ട് തന്നെ 2025 മെയ്ഡ് കോച്ചായിരുന്നു കേട്ടോ. എല്ലാം തന്നെ 2025 മെയ്ഡ് കോച്ചായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല അതിൽ അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റി. നമ്മൾ നാഗർകോവിൽ ടൗൺ വരെ കേട്ടോ ട്രാവൽ ചെയ്തിട്ടുള്ളത്. കാരണം തിരിച്ചു പോകാനൊരു ഇഷ്യൂസ് കൊണ്ട്. എന്നാൽ പോലും നമ്മൾ ഒരു എൻഡ് ടു എൻഡ് എന്നൊക്കെ പറയാം. നല്ല അടിപൊളിയായിട്ട് നമ്മൾ യാത്ര ചെയ്ത് കവർ ചെയ്തു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് അതെന്തായാലും താഴെ രേഖപ്പെടുത്തുക. അതാണ് എനിക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും പാക്കലാം ഗൈസ്. ബൈ ഫ്രം നാഗർകോവിൽ ടൗൺ.